PM ശ്രീ വിഷയത്തിൽ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നു? CPI പോലും അറിയാതെ പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നു? ഞങ്ങളാണോ? ഒപ്പിട്ടത് കഴിഞ്ഞ ഗവൺമെന്റ് ആയിരുന്നു. മന്ത്രിസഭ അറിയാതെ, മുന്നണി അറിയാതെ, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ അഭിപ്രായം പോലും മാനിക്കാതെ ദ്രുതഗതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നു? പ്രതിപക്ഷത്തോട് അഭിപ്രായം ചോദിച്ചിരുന്നു. ഒപ്പിട്ട കാര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ത് വേണമെന്നുള്ളതാണ് ഇന്നലെ UDF ചർച്ച ചെയ്തത്. തന്നെയുമല്ല, കരിക്കുലത്തിന്റെ കാര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം തുടങ്ങിയ ചില നിബന്ധനകളാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇന്നലെ UDF കൺവീനർ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണത്തിലും അദ്ദേഹം മറുപടി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ. പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. ഒന്നും പറയാതെ ഒപ്പിട്ട് കേന്ദ്ര സഹായം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട, അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം